ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ബെസ്റ്റ് ക്വാളിറ്റി ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. വിജയകൃഷ്ണ ജുവലേഴ്സ് BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ് മെയിൻ റോഡ് പുനലൂർ. പാലത്ര ഫാഷൻ ജുവലേഴ്സ് ആസ് പ്യുവർ ആസ് യുവർ ലവ്. കടവിൽ ബാബു ആൻഡ് കമ്പനി. ഫാത്തിൻ ബിരിയാണി സ്റ്റോർ, കാറ്റേഴ്സ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റ് പുനലൂർ. ഇടിമണ്ണിക്കൽ ജുവലറി, അതാ ബുദ്ധി. ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ പരുത്തിപ്പാറ. കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് SBTക്ക് സമീപം പുനലൂർ. ഇംപീരിയൽ ബേക്കേഴ്സ്, പവർ ഹൗസ് ജംഗ്ഷൻ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആൻഡ് ചെമ്മന്തൂർ പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ്. കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, bathroom fittings, modular kitchen, plumbing, tiles, sanitary, paint, furniture, granite, cement, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മന ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ, പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471 254 5858. Marthandam College of Engineering and Technology, Kuttakuri, near Marthandam, Kanyakumari District, Tamil Nadu. Run by Marthandam Educational and Charitable Trust. AICTE approval, affiliated to Anna University, Chennai and ISO 9001-2000 certified institution. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. ഞങ്ങളുടെ PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ME VLSI ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ലബോറട്ടറികളും വർക്ക്ഷോപ്പും. വിദഗ്ധരായ അധ്യാപക സംഘം, കേരള ഫുഡ്, വൈഫൈ ഇന്റർനെറ്റ് സൗകര്യം, യാത്രാ സൗകര്യം, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ, 100% പ്ലേസ്മെന്റ് സൗകര്യം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഫോർ അഡ്മിഷൻ കോൺടാക്ട് Marthandam College of Engineering and Technology, Kuttakuri, near Marthandam, Kanyakumari District, Tamil Nadu. Phone 04651276611. Telefax 04651276499. Mobile Principal 944-359-5989. Chairman 9750976611. Vice Chairman 9786707991. Admission Officer 96450-65438. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമായി. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽ 6750 പേരാണ് ഇക്കുറി പരീക്ഷ എഴുതുന്നത്. മുൻതൂക്കം ആൺകുട്ടികൾക്ക്. ക്ഷേത്രം വക വസ്തുക്കൾ ആർക്കും വിട്ടുകൊടുക്കില്ല. കൈവശപ്പെടുത്തിയവയൊക്കെ തിരിച്ചുപിടിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ.
ചിതറ മുള്ളിക്കാട് കുണ്ടവൻകരിക്കത്ത് റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മെറ്റലിൽ തിരുമറി. കരാറുകാരനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. റോഡ് നിർമ്മാണം നിലച്ചു. SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽ 6750 പേരാണ് ഇക്കുറി പരീക്ഷ എഴുതുന്നത്. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽ SSLC പരീക്ഷ എഴുതുന്നവരിൽ മുൻതൂക്കം ആൺകുട്ടികൾക്ക്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:45 SSLC പരീക്ഷയ്ക്ക് തുടക്കം കുറിച്ചത്. ആദ്യ ദിനം മലയാളം 1ാം പേപ്പറിന്റെ പരീക്ഷയാണ് നടന്നത്. ആഹ്ലാദപൂർവ്വമാണ് വിദ്യാർത്ഥികൾ പരീക്ഷയെ വരവേറ്റത്. പരീക്ഷ കഴിഞ്ഞിറങ്ങിയവരുടെ മുഖത്ത് സന്തോഷം പ്രകടമായിരുന്നു. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽ 6750 പേരാണ് 32 സെന്ററുകളിലായി പരീക്ഷ എഴുതിയത്. അമ്പനാട് എസ്റ്റേറ്റിലെ നെടുമ്പാറ TCNM ഹയർ സെക്കൻഡറി സ്കൂളാണ് പുനലൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും അകലെയുള്ള പരീക്ഷാ സെന്റർ. പരീക്ഷ എഴുതിയതിൽ 3640 പേർ ആൺകുട്ടികളാണ്. 3110 പേർ പെൺകുട്ടികളും. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽ പരീക്ഷ എഴുതിയത് 52 വിദ്യാർത്ഥികൾ ഭിന്നശേഷിയുള്ളവരാണ്. കൊല്ലം ജില്ലയിൽ 131 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 33,885 കുട്ടികൾ പരീക്ഷ എഴുതി. കൊല്ലം പട്ടത്താനം വിമലാഹൃദയ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നത്. ചക്കൂരിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏറ്റവും കുറവ് കുട്ടികൾ. പരീക്ഷ 23-ന് സമാപിക്കും. ആദ്യമായിട്ട് ഇന്ന് അറബിക്കും മലയാളം ഫസ്റ്റ് ആണ് ഇന്നത്തെ എക്സാം. ഇനി തുടർന്നുള്ള എക്സാമുകൾ മലയാളം സെക്കൻഡ്, ഇംഗ്ലീഷ്, ഹിന്ദി അങ്ങനെ തുടർന്ന് എല്ലാ എക്സാമും നടക്കുന്നുണ്ട്. 22-ാം തീയതി വരെയാണ് എക്സാം നടക്കുന്നത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നൈറ്റ് ക്ലാസ് വെച്ചിരുന്നു. ആ നൈറ്റ് ക്ലാസ് ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും അവിടെ ആ നൈറ്റ് ക്ലാസ്സിന് പങ്കെടുത്തിരുന്നു. അത് വളരെ എല്ലാവർക്കും പ്രയോജനകരമായ ക്ലാസ്സായിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും അതിന് അനുബന്ധമായിട്ട് ഞങ്ങൾക്ക് സാഹചര്യങ്ങളെല്ലാം ഒരുക്കി എല്ലാ ഭക്ഷണവും എല്ലാം ഇവിടെ തന്നെ സൗകര്യമാക്കി തന്നിരുന്നു. +2 പരീക്ഷയ്ക്കും തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. ചോദ്യങ്ങൾ ലളിതമായതിനാൽ നന്നായി ഉത്തരമെഴുതാൻ കഴിഞ്ഞതായി ഇവർ പറയുന്നു. 1ാം ദിനം നല്ല രീതിയിൽ കഴിഞ്ഞതിൽ ഇവർ ഏറെ ആഹ്ലാദത്തിലുമായിരുന്നു. ചൂട് 2 ദിവസം കൊണ്ട് പുനലൂർ ഭയങ്കര ചൂടാണ്. പക്ഷേ നമ്മുടെ കുട്ടികളെ അധികം ബാധിച്ചതായിട്ട് തോന്നുന്നില്ല. സാധാരണയായിട്ട് മറ്റു സ്ഥലങ്ങളിൽ കണ്ണിന് അസുഖവും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ കുട്ടികൾക്ക് അധികം ഒന്നും ബാധിച്ചിട്ടില്ല. അവർക്ക് വേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെ പൊടിക്കൈകളൊക്കെ ഞങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം 172 കുട്ടികൾ പരീക്ഷ എഴുതുന്നു. 87 ആൺകുട്ടികൾ, 85 പെൺകുട്ടികൾ പരീക്ഷ എഴുതുന്നു. കുട്ടികളൊക്കെ വളരെ നല്ല സന്തോഷത്തിലാണ്. ലൈവ് വാർത്ത പുനലൂർ. ക്ഷേത്രത്തിന്റെ വസ്തുവകകൾ കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നവരിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ. ഹിന്ദു ഐക്യവേദി ചിതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹിന്ദു മഹാസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഹിന്ദുമതത്തിൽ നിന്നും പോയവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. ആരെയും നിർബന്ധിച്ച് മതം മാറ്റില്ലെന്നും ശശികല ടീച്ചർ പറഞ്ഞു. യുക്തിക്ക് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തിക്കൊണ്ട് കല്ലിനെ പൂജിക്കുന്നവർ നരകത്തിൽ പോകും. ആരെ ഈ നരകം കണ്ട് തിരിച്ചു വന്നവരുള്ളത്? കല്ലിനെ പൂജിക്കുന്നവർ മാത്രം കിടക്കുന്നത് നരകം കണ്ടവർ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ എല്ലില്ലാത്ത നാവ് വെച്ച് വളച്ചൊടിച്ച് പറഞ്ഞു കല്ലിനെ പൂജിക്കുന്നവൻ നരകത്തിലേ പോകൂ. കണ്ടുവന്ന് പറയണമാരി അത് കേട്ട അവൻ അവിടെ തീയിൽ കിടന്നമാരിയാ പറയുക. കല്ലിനെ പൂജിക്കുന്നവൻ നരകത്തിലേ പോകൂ. ബഹുദൈവത്തെ ആരാധിക്കുന്നവൻ ചെകുത്താനെ ആരാധിക്കുന്ന ഏത് ചെകുത്താനെ കണ്ടിരിക്കുന്നത്? അപ്പൊ ഇതൊക്കെ പരസ്യമായി പറയുമ്പോഴും മതേതരത്വത്തിന്റെ പേരില് ഈ വിഷമൊക്കെ കടിച്ചിറക്കിയ ഹിന്ദു സ്വീകരിക്കും എന്നൊരു പച്ചക്കൊടി കാണിച്ചാൽ നമുക്ക് ഉറപ്പുണ്ട്. കാരണം ഇവിടെ നമ്മൾ പോയവർ അവിടെ കൊതിയും മതിയും കെട്ടാൻ നിൽക്കുന്നത്. അവർക്ക് അവരുടെ തറവാട്ടിലേക്ക് തിരിച്ചു വരണം. അവരുടെ ഉള്ളിൽ വിങ്ങുന്നുണ്ട്. അവരുടെ അപ്പനപ്പൂപ്പന്മാരുമായുള്ള ബന്ധം പോലും വിച്ഛേദിച്ചിട്ടല്ലേ പോണത്. ഓരോ കർക്കിടകവാവ് വരുമ്പോഴും ഓരോ തുലാവാവ് വരുമ്പോഴും അവരുടെ മനസ്സ് ഒരുപാട് വേവലാതിപ്പെടുന്നുണ്ട്. സ്വന്തം അപ്പനപ്പൂപ്പന്മാർക്ക് ഒഴിവുള്ള പിണ്ണച്ചോറ് പോലും ഉരുട്ടി വെക്കാൻ സാധിക്കുന്നില്ലല്ലോ. ദൈവമേ, സ്വർഗം കാത്തി വന്നിട്ട് സ്വർഗം കിട്ടുമെന്ന് നിശ്ചയിച്ചു. മരിച്ചുപോയ അപ്പനപ്പൂപ്പന്മാർക്ക് ഒഴിവുള്ള പിണ്ണച്ചോറ് ഉരുട്ടി വെക്കാൻ പോലും പറ്റാതെ ഓരോ കർക്കിടകവാവുകളും വിഷമത്തോടെ തീർക്കുന്ന അവര് കൊതിയോടെ നോക്കിയിരുന്നു. എന്നെങ്കിലും ഇടവ സമാജം ഒരു പച്ചക്കൊടി കാണിച്ചാൽ ഇങ്ങോട്ട് പോരാ. ഇപ്പൊ ഏതായാലും നമ്മളത് കാണിക്കാൻ തയ്യാറായിരിക്കുന്നു. ആരും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. പക്ഷെ വരുന്നവർക്ക് മുന്നേ വാതിലൊരിക്കലും പൊട്ടിയടക്കില്ല. അത് നമ്മുടെ തീരുമാനമാണ്. അതിനി എന്തൊക്കെ ഘർവാപ്പസി എന്ന് പറഞ്ഞ് ആരൊക്കെ തുണി അഴിച്ചിട്ട് പെരപ്പുറത്ത് കയറിയെന്ന് ചാടിയാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് വരുന്നവരെ മുഴുവൻ സ്വീകരിച്ചിരിക്കും എന്നുള്ളത് ഹൈന്ദവ സമാജത്തിന്റെ ദൃഢനിശ്ചയമാണ്. ഹിന്ദു ഐക്യവേദി ചിതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളവുപച്ച മഹാദേവർക്കുന്ന് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ഹിന്ദു സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി N രാജീവ് സ്വാഗതം പറഞ്ഞു. ചടയമംഗലം ജ്ഞാനാനന്ദാശ്രമം സ്വാമി ദയാനന്ദ സരസ്വതി ഹിന്ദു സംഗമം ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് അധ്യാപകരായ സുധാകരൻ, അപ്പുകുട്ടൻ കാണി, സത്യമംഗലം ക്ഷേത്രം തന്ത്രി പുരുഷോത്തമൻ, മധുര ക്ഷേത്രം തന്ത്രി ഭദ്രൻ പോറ്റി, കവി അനിൽകുമാർ, പ്രമുഖ കർഷകൻ വിജയകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
യുവ കർഷകൻ, യുവ കവി ശ്രീമാൻ അനിൽകുമാറിനെ. ലൈവ് വാർത്ത കടയ്ക്കൽ. സ്ത്രീ ശാക്തീകരണത്തിന് പ്രചോദനമുണർത്തി വീണ്ടും ഒരു വനിതാ ദിനം കൂടി കടന്നുപോയി. ലോക ചരിത്രത്തിൽ സ്ത്രീകൾ നീതിക്കായി ശബ്ദമുയർത്തിയതിന്റെ അഭിമാനകരമായ ഓർമ്മ പുതുക്കിയാണ് ഓരോ വനിതാ ദിനവും കടന്നുപോകുന്നത്. പ്രദീപ് ഗുരുകുലത്തിന്റെ റിപ്പോർട്ട്. സ്ത്രീ സമൂഹത്തിന്റെ അവകാശങ്ങളും പദവികളും നിഷേധിക്കപ്പെടുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഓരോ വനിതാ ദിനവും ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നീതി നിഷേധത്തിനെതിരെ പൊരുതുന്നതിനും അവകാശ സംരക്ഷണത്തിനു വേണ്ടി കലഹിക്കാനും സ്ഥിതി സമത്വത്തിനു വേണ്ടി വാദിക്കുന്നതിനും ഓരോ വനിതകളെയും പ്രേരിപ്പിക്കാൻ കഴിയുന്ന ദിനമായി ഇത്തരം ദിനങ്ങൾ മാറേണ്ടതുണ്ട്. വീട്ടിലും നാട്ടിലും പൊതുവഴിയിലും വാഹനങ്ങളിലും തൊഴിലിടങ്ങളിലുമെല്ലാം സ്ത്രീകൾ പലപ്പോഴും ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുകയാണ് ഇന്നും. സാർവദേശീയ മഹിളാ ദിനത്തിന് അഭിമാനകരമായ ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട്. വേലയ്ക്ക് കൂലിയും തുല്യ അവകാശത്തിനുമായി നടന്ന ഒരു പോരാട്ട ചരിത്രം. 1857 മാർച്ച് 8 അമേരിക്കയിലെ ന്യൂയോർക്കിൽ തുണിമിൽ തൊഴിലാളികളായ ഒരുപറ്റം ജീവനക്കാർ സേവന വേതന വ്യവസ്ഥയ്ക്കു വേണ്ടി ആദ്യമായി തെരുവിലിറങ്ങുകയും ശബ്ദമുയർത്തുകയും ചെയ്തു. നീതിക്കു വേണ്ടിയുള്ള വനിതകളുടെ ഈ പോരാട്ട ദിനം ലോക വനിതാ ദിനമായി ആചരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലവൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതാ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ പ്രമുഖർ ക്ലാസ് നയിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പറങ്കിമാമുകൾ ഹിൽ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വനിതാ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പത്തനാപുരം സർക്കിൾ ഇൻസ്പെക്ടർ ബൈജുകുമാർ നിർവഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളിൽ അറിവാർജിച്ച് സ്ത്രീ സമൂഹം കൂടുതൽ കരുത്തരായി മാറണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. നിങ്ങളായിരിക്കണം നിങ്ങളുടെ മക്കളുടെ മോഡൽ, മാതൃക. അതിനുള്ള കർത്തവ്യം, അതിനുള്ള ശങ്കുദ്ധം നിങ്ങൾ കാണിക്കണം. നേരായ രീതിയിൽ വളർത്തിയെടുക്കാനും അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണം. പക്ഷെ അനാവശ്യങ്ങൾ ഒരിക്കലും, വാശിക്കൊരിക്കലും നിങ്ങൾ കൊണ്ടുനിൽക്കരുത്. പലപ്പോഴും നമ്മൾ വാശിക്കാണ് കൊണ്ടുനിൽക്കുന്നത്. അത് ഇപ്പോഴത്തെ ചെയ്ത അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെയ്തു കൊടുത്ത് കേട്ടാ എന്ന് പലപ്പോഴും നിങ്ങൾ പറയും. പക്ഷേ ആ ചെറിയ ചെറിയ വാശികൾ പിന്നീട് അവർക്ക് ദുർവാശിയായി മാറും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ് അധ്യക്ഷത വഹിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെടുവന്നൂർ സുനിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെ ശൈലജ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ രജുല, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ടി എം ബിജു, സേവ്യർ കടകംപള്ളി, കെ ദാനിയൽ, അന്നമ്മ തോമസ്, അമ്പിളി ദാസപ്പൻ, ജലജ ഗോപിനാഥ്, CDS ചെയർപേഴ്സൺ ശ്യാമളകുമാരി, പ്രസന്നകുമാരി എന്നിവർ പ്രസംഗിച്ചു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന സെമിനാറിൽ പ്രമുഖർ ക്ലാസുകൾ നയിച്ചു. ലൈവ് വാർത്ത, പത്തനാപുരം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് പുനലൂരിൽ സ്വീകരണം നൽകി. മാർച്ച് 9 പത്തനാപുരത്ത് നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ 11 കരുനാഗപ്പള്ളിയിൽ സമാപിക്കും. വൈദ്യുത പോസ്റ്റുകളുടെ വാടക കുത്തനെ കൂട്ടിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്നിലധികം പേർക്ക് അനുവദിക്കുവാനുള്ള തീരുമാനവും വൈദ്യുതി പോസ്റ്റ് വാടക 5 വർഷം മുൻകാല പ്രാബല്യത്തിൽ നൽകി പുതിയ പോസ്റ്റുകൾക്ക് കരാർ വെക്കണമെന്ന വ്യവസ്ഥ പിൻവലിക്കുക. കേബിൾ TV ആവശ്യത്തിനുള്ള വൈദ്യുതി പോസ്റ്റ് വാടക മിതമായ നിരക്കിൽ പുതുക്കി നിശ്ചയിക്കുക. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക. പുനലൂർ KSEB ഓഫീസിന് മുന്നിൽ നടന്ന സ്വീകരണ യോഗം COA ജില്ലാ പ്രസിഡന്റ് അനിലാൽ ഉദ്ഘാടനം ചെയ്തു. ചാനലിന്റെ ആയാലും വിതരണ രംഗത്തായാലും സംപ്രേഷണ രംഗത്തായാലും ഉണ്ടാവുന്ന പലതരം വിഷയങ്ങൾ സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും അതേപോലെ തന്നെ കോടതികളിൽ നിന്നും എല്ലാവിധമായ പ്രദേശത്തു നിന്നും ഉണ്ടാവുന്ന ചില ചെറിയ വിഷയങ്ങൾ, ആ വിഷയങ്ങളെയൊക്കെ തരണം ചെയ്യുക, ഈ വിഷയങ്ങൾ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ള സമൂഹത്തെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ജില്ലാ പ്രചരണ ജാഥ കൊല്ലം ജില്ലാ കമ്മിറ്റി നേതൃത്വം നടത്തുന്നത്. UDF ഗവൺമെന്റും KSEB ബോർഡായാലും ഇങ്ങനെയുള്ള സമരങ്ങളെയെല്ലാം കണ്ടില്ല എന്ന് നടിക്കുന്ന പ്രവണതയാണ് നമ്മുടെ മുന്നിലുള്ളത്. കേരള കേബിൾ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ഡയറക്ടർ ബോർഡ് അംഗം സുരേഷ് ബാബു അധ്യക്ഷനായി. COA ജില്ലാ സെക്രട്ടറി P വിജയകുമാർ നയിക്കുന്ന ജാഥ 11 കരുനാഗപ്പള്ളിയിൽ സമാപിക്കും. അടുത്ത ലുലു മുരളിപ്പിള്ള
തുളസീധരൻ പിള്ള, തോമസ് കുറി ഒറ്റക്കൽ, തോമസ് കുട്ടി. ലൈവ് വാർത്ത പുനലൂർ. റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മെറ്റൽ കരാറുകാരൻ കടത്തിയതായി ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തടസ്സപ്പെടുത്തി. ചിതറ, മുള്ളിക്കാട്, കുണ്ടുമൺകരിക്കം, നിലവിള റോഡ് ടാർ ചെയ്യുന്നതിനായി ഇറക്കിയിട്ടുള്ള മെറ്റലിൽ നിന്നും 4 ലോഡാണ് അപ്രത്യക്ഷമായത്. ഇത് കരാറുകാരൻ കടത്തിക്കൊണ്ടുപോയതെന്നാരോപിച്ചാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നത്. റോഡ് നിർമ്മാണത്തിന് എസ്റ്റിമേറ്റ് എടുത്ത് ആവശ്യമായ നിർമ്മാണ സാമഗ്രികൾ ഇറക്കിയിരുന്നു. പണികൾ ആരംഭിക്കും മുമ്പ് JCB, ടിപ്പർ എന്നിവ ഉപയോഗിച്ച് കരാറുകാരൻ കഴിഞ്ഞ ദിവസം കടത്തിയതായി അറിഞ്ഞാണ് നാട്ടുകാർ സംഘടിച്ചതത്രേ. സംഘടിച്ചെത്തിയ നാട്ടുകാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും ചെയ്തു. കൊണ്ടുപോയ മെറ്റൽ തിരികെ എത്തിച്ച ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ മതിയെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. തുടർന്ന് പഞ്ചായത്തിനും പൊതുമരാമത്ത് വകുപ്പിനും പരാതി നൽകി. ഇവിടെ ഇടാൻ പറ്റിയിരുന്ന 4 ലോഡ് മെറ്റൽ അനധികൃതമായിട്ട് ഇവിടെ കരുതി. അത് അവരിവിടെ നിന്ന് തിരിച്ചു കൊണ്ടിട്ടിട്ട് അവർ ടാർ ചെയ്ത് വിട്ടു. നമ്മൾ മെമ്പറെ വിളിച്ച് പറഞ്ഞപ്പോൾ മെമ്പറും പറഞ്ഞാൽ അത് തന്നെ ആ കൊണ്ടുപോയ 4 ലോഡ് തിരിച്ചുകൊണ്ടിടാൻ. ഇവിടുത്തെ ഈ ടാറിങ് ചെയ്യുന്നതിന്റെ അസിസ്റ്റന്റിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അയാൾ കണ്ടില്ലെന്നാണ് പറയുന്നത്. അത് ഒരു ന്യായമല്ലല്ലോ. പുള്ളിക്കാരൻ ഇതെല്ലാം തിരക്കി ഇവിടെ നിൽക്കേണ്ടിയുള്ള ആളാണ്. പുള്ളിക്കാരനാണ് ഇത് നടത്തിക്കുന്നത്. ഈ നടത്തിക്കുന്ന ആള് പറയുന്നത് ഞാനിത് കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. പുള്ളിയാണ് സൈറ്റിന്റെ ചാർജ്. ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഈ തുച്ഛമായ കിലോമീറ്ററിന് ടാർ ചെയ്യുന്നത് പുള്ളി കണ്ടില്ലെന്ന് പറയുന്നത് ന്യായമല്ല. അതുകൊണ്ട് നമുക്ക് വേറൊരു ആവശ്യമില്ല. ഇവർ അനധികൃതമായിട്ട് ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയ 4 ലോഡ് മെറ്റൽ എന്ന് ഇവിടെ കൊണ്ടിടുന്നു അന്ന് ടാർ ചെയ്യാൻ നമ്മൾ അനുമതി കൊടുക്കും. കാരണം നമ്മൾ ഇത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് വന്ന് ഒരു അളവ് കൊടുക്കുകയാണ് ഈ മെറ്റലിന്. ആ അളവ് മെറ്റൽ ഇതിൽ ഇട്ടില്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ മഴവെള്ളം പെയ്തും വണ്ടി ഇറങ്ങി ഈ ടാർ മൊത്തം നശിക്കും. അതുകൊണ്ട് ഇടുന്നത് നല്ല വൃത്തിയായിട്ട് ഇടുക. അതുപോലെ ഇവിടെ നിന്ന് അനധികൃതമായിട്ട് ഇന്ന് 11 മണിക്ക് ശേഷം ഏകദേശം 3 മണിക്കുള്ളിൽ എടുത്തുകൊണ്ടുപോയ ഈ 4 ലോഡ് അവർ തിരിച്ചിവിടെ കൊണ്ടുവന്ന് എന്ന് ഇടുന്നോ അന്ന് ഇനി അവർ മെറ്റൽ നടത്തിയാൽ മതി. നമ്മൾ തടഞ്ഞിട്ടേക്കുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. മെറ്റൽ കടത്തിയതായി സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. മെറ്റൽ തിരികെ എത്തിച്ച ശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ മതിയെന്ന് തൊഴിലാളികൾക്ക് നിർദ്ദേശവും നൽകി. അതേസമയം കരാറുകാരനുമായി ഉദ്യോഗസ്ഥർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇതിനു സാധിച്ചിട്ടില്ലെന്നാണ് സൂചന. റോഡിന്റെ നിർമ്മാണം ഈ മാസം 31-നകം പൂർത്തിയാക്കണമെന്നാണ് കരാർ. ലൈവ് വാർത്ത കടക്കൽ. പുനലൂരിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര ചലച്ചിത്രമേള സമാപിച്ചു. സമാപന ചടങ്ങുകളുടെ ഭാഗമായി ഓപ്പൺ ഫോറവും സംഘടിപ്പിച്ചു. പുനലൂരിന്റെ ചലച്ചിത്ര സങ്കല്പങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിയ മൂവി മെറ്റ് ഫിലിം കളക്ടീവും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംയുക്തമായാണ് 2ാമത് ചലച്ചിത്രമേള സംഘടിപ്പിച്ചത്. മാർച്ച് 7-ന് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയൻ മേള ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ലോക സിനിമയിലെ അത്ഭുതങ്ങളായ 12ഓളം വിശ്വോത്തര ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. തുടർന്ന് സമാപന ദിവസമായ തിങ്കളാഴ്ച സംഘടിപ്പിച്ച ഓപ്പൺ ഫോറത്തിൽ ചലച്ചിത്ര സംവിധായകനും നിരൂപകനുമായ വിജയകൃഷ്ണൻ, സംവിധായകരായ R. ശരത്, M.A. നിഷ തുടങ്ങിയവർ പങ്കെടുത്തു. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നല്ല സിനിമ എന്താണ് എന്നുള്ളത് ആളുകൾക്ക് കാണാനുള്ള അവസരം കിട്ടിയാൽ മാത്രമേ അതിലേക്ക് അവർ ആകർഷിക്കപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി അത് കാണാനായിട്ട് അവർക്ക് പിന്നീട് അവസരങ്ങൾ ഉണ്ടാവുകയും എല്ലാവരും അവരവരുടെ പടങ്ങൾ നല്ലതാണെന്നാണല്ലോ പറയുക. അവർ പറയും മലയാളത്തിൽ ഇതുവരെ വന്നിട്ടില്ലാത്തത്ര ഗംഭീരമായ സിനിമ എന്ന് പറഞ്ഞായിരിക്കും പരസ്യം. എല്ലാവരുടെയും പരസ്യം അങ്ങനെയായിരിക്കും. അതിന് നമ്മൾ ഈ പരസ്യങ്ങളിൽ വീണുപോകാനും പാടില്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് ഒരു അഭിരുചി ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് ഇതിന്റെ നിലവാരം അളക്കാനുള്ള ഒരു മാനദണ്ഡം നമ്മുടേതായിട്ടുണ്ടെങ്കിൽ മറ്റാർക്കും കബളിപ്പിക്കാൻ സാധിക്കും. ഉപേക്ഷിക്കപ്പെട്ട വൃദ്ധന്റെ സംരക്ഷണം ബന്ധുക്കളോ പഞ്ചായത്തോ ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. മുള്ളിക്കാട് സ്വദേശി സുകുമാരന് വേണ്ടിയാണ് നാട്ടുകാർ സംഘടിച്ചിരിക്കുന്നത്. ചിതറ മുള്ളിക്കാട് ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡിൽ മാസങ്ങൾക്ക് മുൻപാണ് സുകുമാരനെ ബന്ധുക്കൾ ഉപേക്ഷിച്ചത്. മുള്ളിക്കാടിന് സമീപത്താണ് സുകുമാരന്റെ വീട്. ഭാര്യയും മക്കളുമുള്ള ഇയാളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. രാത്രിയും പകലും മഴയത്തും വെയിലത്തും സുകുമാരൻ ഈ വെയിറ്റിംഗ് ഷെഡിൽ തന്നെയാണ് താമസം. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതും ഇതിന് സമീപത്തായാണ്. ഇത് ബസ് കാത്ത് നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ടാവുകയാണ്. നാട്ടുകാർ നൽകുന്ന ചെറിയ സഹായങ്ങളും ആഹാരവുമാണ് സുകുമാരന്റെ ആശ്രയം. വൈകുന്നേരങ്ങളിൽ ബന്ധുക്കൾ ആഹാരം എത്തിച്ചു നൽകാറുമുണ്ടത്രേ. വഴിയാത്രക്കാർ സുകുമാരന് നൽകുന്ന പണം ബന്ധുക്കൾ കൈക്കലാക്കാറുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇയാൾക്ക് വീട്ടിലേക്ക് പോകാൻ താല്പര്യമില്ലെന്നാണ് ബന്ധുക്കളുടെ അഭിപ്രായം. പഞ്ചായത്ത് അധികൃതർക്കും പോലീസിനും നാട്ടുകാർ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഭാര്യയൊക്കെ നിലവിലുണ്ട്. പല പ്രാവശ്യം നമ്മളൊരു മക്കളെടുത്തും ഭാര്യയുടെ അടുത്തും ആവശ്യപ്പെട്ടിട്ടും അവരാരും വരികയില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഈ വെയിറ്റിംഗ് ഷെഡിൽ സ്ത്രീകൾക്കുൾപ്പെടെയുള്ള യാത്രക്കാർക്ക് വന്ന് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പുള്ളി ഇതിന്റെ മലമൂത്ര വിസർജനങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ്
പുള്ളി നിർവഹിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഈ വെയിറ്റിംഗ് ഷെഡിൽ വന്ന് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, വീട്ടിൽ നിന്ന് അവർ ആഹാരം എത്തിക്കുന്നു. സ്വന്തമായിട്ട് വീടുണ്ട്, മക്കൾക്ക് വീടുണ്ട്, പഞ്ചായത്ത് വീട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് ഈ വയസ്സായ മനുഷ്യനെ വീട്ടിൽ താമസിപ്പിച്ചുവിടാം? നാട്ടുകാർ ഇവിടെ പല പ്രാവശ്യം അവരടുത്ത് ആവശ്യപ്പെട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാൻ. അപ്പൊ അവര് മക്കൾ ഇത് മൈൻഡ് ചെയ്യുന്നില്ല. അതുപോലെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നില്ല. പുള്ളിക്ക് 2 മക്കളുണ്ട്, ഭാര്യയും നിലവിലുണ്ട്, മരിച്ചിട്ടില്ല. അപ്പൊ അവരാരും ഇവർ കൊണ്ടുപോകുന്നില്ല. ബന്ധുക്കൾ കൊണ്ടുവന്ന് ഈ പുള്ളിക്ക് മറ്റ് യാത്രക്കാരോ മറ്റ് വഴിയാത്രക്കാരോ കൊടുക്കുന്ന പൈസ ബന്ധുക്കൾ വന്ന് വൈകിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നു. തൊട്ടടുത്ത് ഏകദേശം 1 കിലോമീറ്ററിനുള്ളിലാണ് പുള്ളി താമസിക്കുന്നത്. അപ്പൊ പുള്ളിയെ കൊണ്ടുപോകാൻ അവർക്ക് വയ്യ. ഇത് വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ കാണുന്ന സ്ഥലത്താണ് പുള്ളി മലമൂത്ര വിസർജനം നടത്തുന്നത്. താമസവും രാത്രി മഴയായാലും ഇടിയായാലും പുള്ളി ഇവിടെയാണ് താമസം. അപ്പൊ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് പഞ്ചായത്തോ ബന്ധുക്കൾ ഉള്ളതുകൊണ്ട് അവരുടെ സമ്മതത്തോടെ മാത്രമേ സുകുമാരനെ ഏതെങ്കിലും അഭയകേന്ദ്രത്തിൽ എത്തിക്കാൻ കഴിയൂ എന്നാണ് അധികൃതരുടെ നിലപാട്. ലൈവ് വാർത്ത, കടയ്ക്കൽ. ബിസിനസ് വാർത്തയിലേക്ക്. പുനലൂരിൽ UAE എക്സ്ചേഞ്ച് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ശ്രീ പത്മനാഭ തിയേറ്ററിന് എതിർവശത്തായുള്ള വിജയകൃഷ്ണ ബിൽഡിംഗിലാണ് UAE എക്സ്ചേഞ്ച് പ്രവർത്തനം ആരംഭിച്ചത്. പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശത്തായി പ്രവർത്തിച്ചിരുന്ന UAE എക്സ്ചേഞ്ച് തിങ്കളാഴ്ച രാവിലെ മുതലാണ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ശ്രീ പത്മനാഭ തിയേറ്ററിന് എതിർവശത്തുള്ള വിജയകൃഷ്ണ ബിൽഡിംഗിലാണ് UAE എക്സ്ചേഞ്ച് ഇനി മുതൽ പ്രവർത്തിക്കുക. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തൊളിക്കോട് സെന്റ് ഗീവർഗീസ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ ഐസക് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. UAE എക്സ്ചേഞ്ച് സോണൽ മേധാവി പ്രകാശ് ഭാസ്കർ, റീജിയണൽ മേധാവി ബിബി മോൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ലൈവ് വാർത്ത, പുനലൂർ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. SSLC പരീക്ഷയ്ക്ക് തിങ്കളാഴ്ച തുടക്കമായി. പുനലൂർ വിദ്യാഭ്യാസ ഉപജില്ലയിൽ 6750 പേരാണ് ഇക്കുറി പരീക്ഷ എഴുതുന്നത്. മുൻതൂക്കം ആൺകുട്ടികൾക്ക്. ക്ഷേത്രം വക വസ്തുക്കൾ ആർക്കും വിട്ടുകൊടുക്കില്ല. കൈവശപ്പെടുത്തിയവയൊക്കെ തിരിച്ചുപിടിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ. ചിതറ മുള്ളിക്കാട് കുണ്ടവൻകരിക്കത്ത് റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മെറ്റലിൽ തിരുമറി. കരാറുകാരനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. റോഡ് നിർമ്മാണം നിലച്ചു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.